നമ്മളെ ആവേശം കൊള്ളിക്കുന്ന, നമുക്ക് ഉൾപ്പെരുത്ത് കിട്ടുന്ന, നമ്മൾ ഈ നാട്, ഈ കേരളം മുന്നോട്ടേക്ക് വെക്കുന്ന ആശയത്തിന് സാർവദേശീയ തലത്തിലുള്ള അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിയുന്ന ഒരു നിമിത്തമായി വാഗ്ഭടാനന്ദൻ ആരംഭിച്ച് അതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് വന്ന ഇപ്പോഴേറ്റവും അവസാനം രമേശൻ പാലേരി എന്ന ഈ ലോകം കണ്ട ഏറ്റവും ബഹുമാന്യനായ ബുദ്ധിജീവിയുടെ കയ്യിലാണ്. ഞാൻ എന്തെങ്കിലും വിശേഷണം പറഞ്ഞതല്ല പാലേരി രമേശനെന്ന്. ഞാൻ ഉപയോഗിച്ച പദത്രയേ ഉള്ളൂ. രമേശൻ ഈ ലോകം കണ്ട ബുദ്ധിജീവികളിൽ ഒരാളാണ്. അക്കാദമിക്ക് പാണ്ഡിത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം വിശകലനം ചെയ്യുന്ന ഒന്നല്ല ബുദ്ധിജീവി. അതായത് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉന്നത ശ്രേണിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അക്കാദമിക് രീതിയിലുള്ള വിലയിരുത്തൽ മാത്രമാണ്. ഒരാൾ എപ്പോഴാണ് ബുദ്ധിജീവിയാവുന്നത്? ബുദ്ധി വിറ്റ് ഉപജീവനം കഴിക്കുന്നവരാണ് വലിയ വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലോകത്ത്. ഞാൻ ആ പദം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ബുദ്ധി വിറ്റ് ഉപജീവനം കഴിക്കുന്നവരാണ്, അവരല്ല ബുദ്ധിജീവി. ബുദ്ധിജീവി എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ ഉൾപ്പെടെയുള്ള ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവരെ ഞാൻ ദാർശനികൻ എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരാൾ ബുദ്ധിജീവിയായിട്ട് രൂപപ്പെടുന്നത് സമൂഹത്തിൻ്റെ മുമ്പിൽ? അത് അദ്ദേഹം നിലനിൽക്കുന്ന സാമൂഹിക ജീവിതത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തെയും ജനതയെയും ഇന്നത്തെ പരിമിതി ഉൾപ്പെടെ കണ്ടുകൊണ്ട് നമുക്കെങ്ങനെ മുന്നോട്ടേക്ക് നീക്കാമെന്ന സാർവദേശീയവും ദേശീയവും കേരളീയവുമായ അവബോധത്തെ അടിസ്ഥാനപ്പെടുത്തി ജനതയെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ബോധപൂർവമായ ഇടപെടൽ നടത്തുന്ന ആരോ അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവി. ആ അർത്ഥത്തിലാണ് ഞാൻ രമേശൻ പാലേരി സാധാരണ തൊഴിലാളി മുതൽ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന ആധുനിക മേഖലയിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വരെ എല്ലാത്തിനെയും ഒരു പുറക്കീഴിൽ കൊണ്ടുവന്ന് എങ്ങനെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മനുഷ്യരെ തൊഴിലുള്ളവരായി, പ്രാപ്തിയുള്ളവരായി, സാമൂഹ്യ നന്മക്ക് ഉപയോഗിക്കാനാവുന്ന ഏറ്റവും പ്രമുഖരായ വ്യക്തിത്വങ്ങളായി കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ളവരെ ഉപയോഗിക്കാനാവുമെന്ന് കണ്ടെത്തി എല്ലാ തലങ്ങളിലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സർവതല സ്പർശിയായ മേഖലയിൽ ഈ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ടേക്ക് പോകാനുള്ള കഴിവാണ്, ശക്തിയാണ്, കരുത്താണ് രമേശൻ പാലേരി എന്ന ബുദ്ധിജീവിയെ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ടൊരു വിശേഷമല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. രമേശൻ കൂടി ഇരിക്കുന്നത് യോഗ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയുന്നത്. ഈ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഈ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആ പ്രത്യേകതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ലോകത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യ വൻകരയിലാകുകയും ഒന്നാം സ്ഥാനത്തും ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് വരാൻ ഒരാളെങ്കിൽ സൊസൈറ്റി, ലേബർ പ്രോഡക്റ്റ് സൊസൈറ്റിയെ പ്രാപ്തമാക്കി. അത് നമുക്ക് ഈ കാലത്ത് പ്രത്യേകിച്ച് തിരിച്ചറിയാനാവണം. ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൈവെക്കാത്ത ഒരു മേഖലയും ഇന്നിപ്പോൾ ഇല്ല. ഫീസ് ഉൾപ്പെടെ എല്ലാ മേഖലയിലും നടക്കും. വൻകരകൾ കടക്കുക, ലോകത്തെമ്പാടുമുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുമായിട്ട് മനസ്സിലാക്കുക. 100ാമത്തെ വർഷം കഴിഞ്ഞ് 101ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴും നമുക്കിതിനെ എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാൻ നോക്കുന്നു?